ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗീ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഒരു ഗീ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. നമുക്ക് ബീറ്ററൊന്നും ആവശ്യമില്ല. ഓവൻ തന്നെ വേണമെന്നില്ല. ഞാൻ പക്ഷേ ചെയ്തത് ഓവനിലാണ്. പക്ഷേ അതില്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗീ കേക്ക് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. അപ്പം നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കേക്ക് മോൾഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഏത് ടിന്നാണോ ഉള്ളത് നമുക്കത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കുന്നതായിരിക്കും നല്ലത്. ഗീ കേക്ക് ആകുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ഒരു റെഡ് കളറിലൊന്ന് ഇങ്ങനെ കരിയുന്ന പോലെ ആവും. അപ്പോൾ കരിയുന്നതല്ല, അപ്പോൾ അതുപോലെ ആകുന്നത് കൊണ്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊരു 6 ഇഞ്ചിൻ്റെ ആണ്. ഒരു 5 ഇഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഹൈറ്റിൽ കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് അതുകൊണ്ട് ഒരു 5 ഇഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിലാണ് കേട്ടോ നല്ലത്. കുറച്ച് ഹൈറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും ചെറുത് ഈ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം എടുത്താലും മതി. അപ്പോൾ അതുപോലെ നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ജാറ്, അതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനകത്തേക്കൊരു അരക്കപ്പ് ഷുഗർ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു 1 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് അത്രയും മതി. അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്കൊരു ബേക്കിംഗ് പൗഡറാണ്. അതിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഇതുപോലെ വടിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ ഒരു 1/8 ഒരു സ്പൂൺ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് ആദ്യം ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഓവൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു കുക്കർ ആയാലും മതി, അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഹോം മെയ്ഡാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിത് ചൂടാക്കൊന്നും വേണ്ട. ഇതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഈ ഒരു ടെക്സ്ചറിൽ തന്നെ വേണം ഈ ഒരു ഗീ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ഗീ മൊത്തമായിട്ട് നമുക്ക് 1/4 കപ്പ് ഗീ ആണ് കേട്ടോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വിസ്ക് എടുക്കുക. നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ആ ഒരു നെയ്ക്കൊക്കെ ഒരു തരതരപ്പ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറത്തക്ക വിധത്തിൽ നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാവുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു നമ്മൾ പൊടിച്ച് വെച്ച ഷുഗർ പൗഡർ ഉണ്ടല്ലോ, ഷുഗർ പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ചേർത്തതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബീറ്റർ അല്ലാട്ടോ, ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മരത്തിൻ്റെയൊക്കെ ചട്ടകം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണെങ്കിലും മതി. അപ്പം ആദ്യത്തെ തവണ നമുക്ക് ഷുഗർ പൗഡർ ഇടുമ്പം ഇച്ചിരി ലൂസ് ആയതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഇടുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഇങ്ങനെ ഹാർഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ വിസ്ക് എടുത്തിട്ട് ആക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ചെറിയ വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനിത് കണ്ടില്ല, ഈ ഒരു ചെറിയ വിസ്കും കൊണ്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് നല്ലതുപോലെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഷുഗർ പൗഡറും നെയ്യും എല്ലാം കൂടെ കൂടിയിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു ജാറിനകത്തേക്ക് തന്നെ നമുക്കൊരു 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കണം. ആ ഷുഗർ പൊടിച്ച ആ ജാറിനകത്തേക്ക് തന്നെയാണ്, അതിനകത്ത് വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ആ ഒരു 2 എഗ്ഗ് നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡൊക്കെ മതി. അത് നമുക്ക് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ആയി വരും. എന്നിട്ട് നമുക്ക് ഇത് ആ ഒരു മിക്സിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് നല്ലപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ തന്നെ ആയതുകൊണ്ട് ഒരു തരിതരിപ്പ് ഉള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കേക്കിന് ഒരു പ്രശ്നം വരില്ല. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കണം. മൈദ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് അരിച്ച് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനും എളുപ്പമാണ്. അരിക്കണം ഇതിന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇത് അത്രയും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ആ ഒരു ടെക്സ്ചർ അല്ല ഇതിന് വരുന്നത്. അങ്ങനെ നമുക്ക് ഇതൊന്ന് ഇതുപോലെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വിസ്ക് ഇല്ലയെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മരത്തിൻ്റെ ഇത് വെച്ച് ചട്ടക്കം വെച്ചിട്ട് ആക്കിയാലും മതി കേട്ടോ.
അങ്ങനെ നമുക്ക് ഇതൊന്ന് എല്ലാം ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചും കൂടെ ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന് വേണ്ട, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ചിൻ്റെ ഒക്കെ മതി. നമ്മളാണ് കുറച്ചും കൂടി ഒരു ഹൈറ്റിൽ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും. അങ്ങനെ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓവനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട്, ആദ്യം ഞാനൊരു 25 മിനിറ്റ്സ് വെച്ച് കൊടുത്തിട്ട് ആയിട്ടില്ലായിരുന്നു. ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു 35 മിനിറ്റ്സ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് റെഡി ആയത്. നല്ല കളറൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സൈഡ് ഭാഗമൊക്കെ കണ്ടില്ല, നല്ലപോലെ വിട്ട് വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു ഗീ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഈ ഒരു കേക്കിന്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയണം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ ഇത് 2 സൈഡും ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുമുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ട്. പക്ഷേ മറ്റു കേക്കുകളെ പോലെ അല്ല ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. അതുകൊണ്ട് ആ ഒരു നമ്മൾ എഗ് വൈറ്റൊക്കെ ബീറ്റ് ചെയ്തിട്ടാവുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും വരില്ല. പക്ഷേ അല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. ഒരു പ്ലമ്മിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറിലേക്കാണ് വരിക. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. അത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇത്രയും ഹൈറ്റെങ്കിലും കിട്ടും നമുക്ക് 6 ഇഞ്ചിൽ വെച്ചിട്ട്. അപ്പോൾ 5 ഇഞ്ചിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഹൈറ്റ് കിട്ടും. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമാണെങ്കിലും ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അതും പോരാത്തതിന് ആ മധുരം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.